ഈ ബോഡി ഷേമിങ് കേട്ട് കേട്ട് ഞാൻ മടുത്തു. പല്ല് പൊങ്ങിയിരിക്കണു, മെലിഞ്ഞിരിക്കണു, ഒന്നും കഴിക്കണില്ലേ? ഇപ്പൊ സഹോദരികൾ നിൽക്കുമ്പോ തന്നെ നിന്റെ ഫുഡ് അവളാണോ കഴിക്കണേ? ഇത് കേട്ട് 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 വളരെയധികം മോശാവസ്ഥയാണ്. ഒരുപാട് കുട്ടികളുടെ ഇഷ്യൂ ആണിത്. അതായത് കളറിന്റെ പേരില്, മെലിഞ്ഞിരിക്കുന്നതിന്റെ പേരില്, തടിച്ചിരിക്കുന്നതിന്റെ പേരിലൊക്കെ ഇങ്ങനെ കേൾക്കേണ്ടി വരാം. ആക്ച്വലി ഇത് പറയുന്നവരുടെ പ്രശ്നമാണ്. കാരണം അവർക്ക് എമ്പതി ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇത് കേൾക്കുന്ന ആളെ ഇത് എങ്ങനെ ഹേർട്ട് ചെയ്യുന്നോ, അവരുടെ ഇത് മനസ്സിനെ എന്തുമാത്രം മുറിപ്പെടുത്തുന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് വരെ ഇത് ചെന്നെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് കേട്ടത് നിതിന്റെ മരണമാണ്. ഇപ്പൊ ഇന്നലെ അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഇത്രയും പുരോഗമനവും അല്ല നമ്മൾ നവോത്ഥാനമൊക്കെ ഇത്ര ആയിട്ടും കളറിന്റെ പേരിൽ ഒരു അധ്യാപകനാല് ഇത് സഹപാഠിയൊന്നും അല്ല. അപ്പോൾ ഇപ്പോഴും ഇതൊക്കെ നിലവിലുണ്ടെന്നാണല്ലോ ഇതിന്റെ അർത്ഥം. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ക്രിമിനൽ കുറ്റം ആയിട്ട് തന്നെ പരിഗണിക്കണം ഞാൻ പറയുന്നത്. അങ്ങനെ ശിക്ഷ കൊടുക്കുമ്പോഴാണ് ഒരു സമൂഹത്തിനൊരു ബോധവൽക്കരണം, ഒരു ഭയം വരുന്നുള്ളൂ. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. രണ്ടാമത്തത് നമ്മൾ എമ്പതിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വീടുകളിലും സ്കൂളുകളിലൊക്കെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മളെ കുട്ടികളെ വളർത്തുമ്പോൾ ഒരാളെ ഇങ്ങനെയൊന്നും പറയരുത്, അല്ലെ ജഡ്ജ് ചെയ്യരുത്. ഒരാൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ഇഷ്ടപ്പെടാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഫാമിലിയുടെ ഉള്ളിൽ നിന്ന് പോലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഇവിടെ വരുന്ന കേസസ് തന്നെ സ്കൂൾ കുട്ടികൾ കറുത്ത കുട്ടി എന്നുള്ള ടേമൊക്കെ യൂസ് ചെയ്തിട്ട് ബുള്ളിങ് ഉണ്ടായിട്ട് കുട്ടികൾ സ്കൂളിൽ പോകാണ്ട് ട്രാൻസ് എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതില് നമുക്ക് പേരൻസിനും കുട്ടികൾക്കും അതുപോലെ സ്കൂളുകളിലും അവയർനെസ് ക്ലാസ്സുകൾ കൊടുത്താൽ എത്രത്തോളം അതിന് എഫക്റ്റീവ് ഉണ്ടാകും? ഒന്ന് നമുക്ക് ഈ ലൈഫ് സ്കിൽസ് അവയർനെസ് പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സിലബസിൽ വെക്കണം. അക്കാഡമിക് സിലബസിൽ അത് വേണം. ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പോലെ ഡോക്യുമെൻ്ററി ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുക എന്നവർക്ക് മനസ്സിലാവുമല്ലോ കാണുന്നവർക്ക്. അപ്പോൾ നമ്മളതിന് പിന്മാറും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം ശരിക്കും. കാരണം ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെയല്ലേ വരുന്നത്. കാരണം നമ്മൾ ഈ പഠിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റി ഇല്ലാത്ത എന്ത് വിദ്യാഭ്യാസമാണ്? അത് അക്കാഡമിക്സിന്റെ മർമ്മം എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ വ്യക്തിയായിട്ട് കാണാൻ പഠിപ്പിക്കണമല്ലോ ആദ്യം. അപ്പോൾ അത് നടക്കണില്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് എന്താണ് ഗുണം?